പയ്യൻ വിളിച്ചു, ചേച്ചി ഇങ്ങനെ അറിഞ്ഞു എന്താണ്. ഞാൻ പറഞ്ഞു ഇപ്പൊ സേഫ് ആണെന്ന് പറയലും രണ്ടാമത്തെ വരവ്. ഞാൻ പറഞ്ഞു എടാ രണ്ടാമത് പോയിട്ട് ഞങ്ങൾ പോവാട്ടോ, എല്ലാരോടും പറയണേ ഞാൻ പോവാണ് പറഞ്ഞു. ഇത് പറയലും പിന്നെ വീടിങ്ങനെ കുലുങ്ങാൻ തുടങ്ങി. അപ്പോഴേക്കും ഞങ്ങൾ പ്രാർത്ഥിച്ച്, ഭഗവാനെ വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച്. പിന്നെ ആ വരവ് ഒരു അരമണിക്കൂറോളം അങ്ങനെ നിന്നു. ഞങ്ങൾ അങ്ങനെ നിന്ന് എന്തായാലും പോവല്ലേ, നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ ഞങ്ങൾ കെട്ടിപ്പിടിച്ചിട്ട് നിന്ന്. ഞങ്ങൾ 5 ആള്, മറ്റേത് താത്താന്റെ ഒരു 4 ആളും കെട്ടിപ്പിടിച്ചിട്ട് നിന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ സമാധാനമായി. പിന്നെ അപ്പൊ അതിന് മുന്നേ കുറച്ച് റെസ്ക്യൂ ടീം നമ്മളെ വീടിന്റെ അടുത്തുള്ള പയ്യന്മാര് റോഡിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മളെ വീട്ടിൽ ഇൻവേർട്ടർ ഉള്ളതുകൊണ്ട് ഇച്ചിരി വെളിച്ചണ്ടേ, ബാക്കി എവിടെ ഇല്ല, കറണ്ടൊന്നും ഇല്ല. അപ്പൊ അവര് അതിലേ പോകുന്ന ഞങ്ങൾ ടോർച്ച് അടിച്ച് ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് പോകുന്ന പോക്കിലാണ് ഈ രണ്ടാമത് പൊട്ടുപൊട്ടിയെന്ന്. അവരിഞ്ഞ് പോയോ ഇനി ഓടി കയറിയോ എന്നുള്ളത് അറിയില്ല. നമ്മുടെ എല്ലാം പോയി. മോളെ കല്യാണം എൻഗേജ്മെന്റ് കഴിഞ്ഞു. ഒക്ടോബർ 27 കല്യാണം നിശ്ചയിച്ച്. ഞങ്ങളതിനെ ഒക്കെ സ്വരുക്കൂട്ടിക്കൊണ്ട് ഒന്നുമില്ല. വീട് ഒന്നായിട്ട് മല പൊട്ടി വന്ന് വീട്ടിന്റെ അകത്ത് ഇങ്ങനെ കിടക്കുന്നോർത്ത് ബെഡ് ഇങ്ങനെ തന്നെ പൊന്തുന്നു. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് വെള്ളം വരുന്നുണ്ട്. പിന്നെ ഡോറൊന്നും തുറന്നിട്ട് കിട്ടില്ല. അവന് ഇത്രക്ക് ചളിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതിന് അങ്ങനെ ഓടി രക്ഷപ്പെട്ട് കാലിന്റെ നഖവും കൈയും കാലും ഒക്കെ മുറിവായി. അങ്ങനെ അവിടുന്ന് ഒരു സെക്കൻഡ് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ട്, ഒരു സെക്കൻഡിന്. അപ്പത്തിന് വേണ്ടി അടുത്ത പൊട്ടിയിട്ട് മരങ്ങളെല്ലാം നന്നായിട്ട് വരുന്നു. ഇവിടെല്ലാം മൊത്തം പോയി. ഇനിയൊന്നുമില്ല. വീട്ടില് ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ തൊട്ട് മുന്നേറ്റുള്ള ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മുടെ വയനാട്ടിൽ തന്നെ നമ്മൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് നടന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഒട്ടും തന്നെ നമ്മൾ ആലോചിക്കുക പോലും ചെയ്യാത്തൊരു സംഭവമാണ് നടന്നിരിക്കുന്നത്. മഴ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പേടിപ്പെടുത്തുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് ഇപ്പം. ഉരുൾപൊട്ടൽ മഴ എന്ന് പറയുന്നത് ഈ ഒരു കാലത്തിനിടയ്ക്ക് തന്നെ ഇങ്ങനത്തെ ഒരു വലിയൊരു അപകടം തന്നെ നമ്മൾ വയനാട്ടിൽ സംഭവിച്ചിട്ടില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. അതായത് എന്താ പറയുക, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ഒരു വലിയൊരു അപകടമായിട്ടാണ്. നമ്മുടെ അർജുൻ്റെ ആ ഒരു വിഷയം മുതൽ നമ്മളെല്ലാവരും ന്യൂസിൻ്റെ മുന്നിലിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് വന്നിരിക്കുന്ന ഒരു സംഭവമാണിത്. 2 ദിവസമായി സംഭവം നടന്നിട്ട് നമ്മുടെ മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരു ഗ്രാമം തന്നെ ഫുള്ളായിട്ട് നമ്മൾ ഉരുൾപൊട്ടൽ കൊണ്ടുപോയിരിക്കുകയാണ്. ആ ഗ്രാമം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ കുട്ടികളും മുതിർന്നവരായാലും എല്ലാവരും തന്നെ ഒരു കുടുംബത്തിലെ തന്നെ മുഴുവൻ ആൾക്കാരെയും, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ തന്നെ 1-2 പേരെയൊക്കെ കൊണ്ടുപോയിട്ട് 1-2 പേരെ ബാക്കി വെച്ചിട്ട് അങ്ങനെ ആ ഒരു ഏരിയ, ആ ഒരു ഗ്രാമം തന്നെ ഫുള്ളായിട്ട് ഇല്ലാണ്ടായിരിക്കുകയാണല്ലേ. ആ ഒരു ന്യൂസ് നിങ്ങളൊക്കെ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇപ്പോൾ ഞാനൊരു 5 മിനിറ്റ് മുമ്പ് കൂടി ഞാൻ ന്യൂസ് നോക്കുമ്പോൾ മരണം തന്നെ 168 ആയിട്ടുണ്ട്. അതിൽ ചികിത്സയിലിരിക്കുന്നവർ തന്നെ ഒരുപാട് പേരുണ്ട് കേട്ടോ. 100 എത്രയോ സംതിങ് ആൾക്കാരുണ്ട്. അതിലുള്ളവർ പലരും അനാഥരാണ്. അതായത് മഴക്കെടുതിയിൽ ആ ഒരു ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടു പോയവരും അതിൽ ബാക്കി വന്നവരാണ് ഈ ഒരു ഹോസ്പിറ്റലിൽ ഇരിക്കുന്നതെന്ന് പറയുന്നത്. എന്താ പറയുക, അവരുടെയൊക്കെ കരച്ചിലും അവരുടെ ഒരു നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നതിലും അധികമാണ്. അതായത് ഇങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ കുടുംബത്തിനാണ് സംഭവിച്ചതെങ്കിൽ നമുക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു ഇത് ചിന്തിച്ചാൽ തന്നെ നമുക്ക് അറിയാവുന്നേ ഉള്ളൂ. ഇത് ഒരു ഗ്രാമമാണ് പോയിരിക്കുന്നത്, 1-2 പേരല്ല. എന്താ പറയുക, നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും സേഫ് ആയിട്ടിരിക്കേണ്ട ഒരു സമയമാണിത്. നമുക്ക് മഴ എന്ന് പറയുമ്പോൾ തന്നെ പേടിപ്പെടുത്തുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഏതാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ എന്താ പറയുക, കുറച്ച് അപകടമായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലോ, മലഞ്ചെരുവ്, നമ്മുടെ പുഴ, തോട്, അങ്ങനത്തെ ഒരു പാറക്കെട്ടുകളുടെ ഒരു സ്ഥലങ്ങളിലെ വീടും സംഭവങ്ങളൊക്കെ പറയുന്ന അവിടെ നിന്നിട്ട് കുറച്ച് നമ്മൾ മാറി നിന്ന് നമ്മൾ സേഫായി നിൽക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് സേഫായിട്ട് ഇരിക്കുക. അതായത് അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ മാറി ഒന്ന് താമസിക്കാൻ നോക്കുക. അതിപ്പോൾ മരണം എന്ന് പറയുന്നത് ഇപ്പോൾ എവിടെ നിന്നായാലും എങ്ങനെയായാലും ആർക്കും സംഭവിക്കാവുന്നേ ഉള്ളൂ. അത് ആ ഒരു സമയമായിട്ടുണ്ടെങ്കിൽ അതെന്തായാലും സംഭവിക്കും. എന്നാലും നമ്മൾ നമ്മളുടേതായ രീതിയിൽ കുറച്ച് കരുതുക. അതായത് അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്ന് കുറച്ച് മാറി താമസിച്ച് നമ്മളൊരു നമ്മുടെ ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്ന് ഞാൻ എല്ലാവരോടും പറയുകയാണ്. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നതായാലും പുഴ, തോട് അങ്ങനത്തെ ഒക്കെ ഒരു ഏരിയയിൽ തന്നെയാണ്. എന്നാലും നമുക്കിപ്പോൾ മഴ ഇവിടെ കുറച്ച് കുറവുണ്ട്. പക്ഷെ എന്നാലും ഏത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാട്ടോ. മനുഷ്യൻ്റെ കാര്യമാണൊന്നും പറയാനും പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയയിലാണ് താമസിക്കുന്നത്. എന്നാലും ഇവിടെ ഇപ്പോൾ ലേശം കുറവുണ്ട്, മഴ കുറവായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ എല്ലാവരും നന്നായിട്ട് സേഫായിട്ടിരിക്കുക. എന്താ ഇപ്പോൾ പറയാനുള്ളത്? അപ്പോൾ അതന്നെ പറയാനുള്ളൂ. പ്രാർത്ഥിക്കുക, സേഫായിട്ടിരിക്കുക, നിങ്ങളെല്ലാവരും മുൻകരുതലോടെ ഇരിക്കുക, അത്രേ പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ
അത്രയേ ഉള്ളൂ പറയാൻ. ഇനിയിപ്പോൾ കൂടുതലായിട്ട് പറയാനൊന്നുമില്ല. എല്ലാവരും ന്യൂസൊക്കെ ശ്രദ്ധിക്കുക. അഥവാ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുക അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ന്യൂസിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക, ബന്ധപ്പെടുക. വയനാട്ടുകാർക്ക് വേണ്ടിയിട്ട് നമുക്ക് നമ്പർ അവർ അപ്പോൾ നമുക്ക് ന്യൂസിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ട്, അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് അറിയിക്കുക. എന്താ പറയുക, ഓരോരുത്തരും അവരുടെ കുടുംബങ്ങളും അവരുടെ മക്കൾ തന്നെ ആ ഒരു കെടുതിയിൽ പെട്ടിട്ട് മരണപ്പെട്ടു പോയിട്ടും ആ കുട്ടികളുടെ അച്ഛന്മാരൊക്കെ ആ ഒരു പ്രദേശത്ത് നിന്നിട്ടും ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എൻ്റെ മോളെ എവിടെയാണെന്ന് അറിയില്ല, എന്നിട്ടാണ് ഞാനിവിടെ നിന്നിട്ട് ഈ ഒരു ഇത് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ അച്ഛന്മാർ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. കാരണം അവനവൻ്റെ മക്കൾ മരിച്ചു പോയിട്ടും ആ ഒരു എന്താ പറയുക, മറ്റുള്ളവർക്കും ആ ഒരു വില, നമ്മുടെ ജീവൻ്റെ വില മനസ്സിലാക്കിയിട്ട് ഒരു സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് ഇറങ്ങി വരുന്ന ഓരോരുത്തരെ കാണുമ്പോഴും വലിയ അഭിമാനം തോന്നുകയാണ്. നമ്മളെ കേരളത്തിനെ കുറിച്ച്, നമ്മളെ വയനാടിനെ കുറിച്ചിട്ടും ഒക്കെ നമുക്ക് വലിയൊരു ഇത് തോന്നുകയാണ്. അപ്പം എല്ലാവരും എന്തായാലും സേഫായിട്ടിരിക്കുക, ശ്രദ്ധിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ നമ്പർ നോട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും അപകടങ്ങൾ അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് അറിയിക്കുക, ബന്ധപ്പെടുക കേട്ടോ. അപ്പം അത്രേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും ശ്രദ്ധിക്കുക.